കൂട്ടുകാരെ, സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഇതുപോലൊരു മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം. അപ്പോഴേ ഇത് മൊത്തം എടുക്കുന്നില്ല, അപ്പോഴിതിൻ്റെ പകുതിയെ എടുക്കണുള്ള. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴും മത്തങ്ങയുടെ ഇത്രയും ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇനി കുരുവൊക്കെ കളഞ്ഞൊന്ന് ചെത്തിയെടുക്കണം. ഇതിൻ്റെ തൊലിയൊന്ന് ചെത്തി കളയാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേ അത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ അവരവരെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാഗിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ മത്തങ്ങ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൻ്റെ 1 പിടി തേങ്ങയാണ് എടുത്തിരിക്കണേ. അതുപോലെ ഒരു കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കൊച്ചുള്ളി, ശകലം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയൊന്ന് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴും നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. രണ്ടല അരച്ചുകൊണ്ടുവന്ന അരപ്പാണ്, അത് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അരച്ച അരപ്പിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പിഴിഞ്ഞിടുക. ഇതിലേക്ക് ഇനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഉപ്പുണ്ടാന്ന് നോക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടാറായി. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇനി 2 കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക്, അതുപോലെ ഒരു 6-7 വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ഇത്ര ഇട്ട് കൊടുക്കുക. ശകലം കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ശകലം കരിപ്പട്ടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം കരിപ്പട്ടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്ത് ഒഴിച്ചു കൂട്ടി കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലെ ഒരു കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ അവസരത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ടിരുന്ന് തിളക്കിയാണ്. സൂപ്പർ ടേസ്റ്റിലെ ഒരു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ചൂട്. മത്തങ്ങ കഴിക്കുന്നത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോഴും വല്ലപ്പോഴും ഇതുപോലെയുള്ള കറികൾ ചെയ്ത് ചോറിൻ്റെ കൂട്ടത്ത് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോഴും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു സപ്പോർട്ടാവും. അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്. ഇനി ഇങ്ങനൊരു കറിയാണ് ചെയ്യുന്നത്. കൂട്ടുകാരെ, ഇനി ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്തത്. മത്തങ്ങ വെച്ച് സൂപ്പർ ടേസ്റ്റിലൊരു കറി. അപ്പോൾ ചോറിൻ്റെ കൂട്ടത്തൊക്കെ ഒഴിച്ചു കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം.